മിന്നുമോള് തിരക്കിലാണോ? അല്ല, തിരക്കാണേ അമ്മായി പിന്നെ വരാട്ടോ. അമ്മായിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും. അയ്യോ, പറയാനല്ല, മോക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ. ഇതെവിടുന്നാ? അമേരിക്കന്നാ. ഒബാമ കൊടുത്തയച്ചതായിരിക്കും. മിന്നുന്റെ ഒരു തമാശ. ഇത് മോക്ക് തരാൻ വേണ്ടി അമേരിക്കന്ന് എന്റെ മോൻ രാഹുൽ കൊടുത്തയച്ചതാ. അമ്മായി തന്നെ തുറക്ക്. ഞാനോ? ആ, എന്തൊക്കെയാ അതിനകത്തുനിന്ന് കാണാനോ? ഓ അങ്ങനെ. അയ്യോ, ദേ മൊബൈൽ ഫോൺ. കൊള്ളാലോ. അവന്റെ ഒരു ഫോട്ടോ മോക്ക് എപ്പോഴും കാണാൻ വേണ്ടി അവൻ കൊടുത്തു വിട്ടതാ. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. ഒരു ലെറ്റർ. ഓ, ലവ് ലെറ്റർ ആണോ? കള്ളനാണവൻ. അമ്മായി തന്നെ വായിക്കും. അയ്യോ, അത് ഞാനാ വായിക്കാനാ പറഞ്ഞേ. ഇപ്പൊ അങ്ങനെ അത്ര വിളിക്കാറ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അയ്യോ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഓരോ രാത്രിയും തള്ളി നീക്കുകയാണ്. അയ്യോ പാവം. ഞാൻ എന്നും നിന്റെ ഫോട്ടോയിൽ മുത്തമിടാറുണ്ട്. അയ്യോ വിശ്വാസം. നീ ചിന്തിക്കുന്നുണ്ടാവും നിന്റെ ഫോട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. അമ്മ എനിക്ക് രഹസ്യമായിട്ട് അയച്ചു തന്നതാ. ഞാനറിയാതെ എന്റെ ഫോട്ടോ മകൻ എത്തിച്ചു കൊടുക്കാം. മകന്റെ പ്രണയലേഖനങ്ങളെ സമ്മാനങ്ങളെ എനിക്ക് എത്തിച്ചു തരിക. നിങ്ങൾ എന്റെ അമ്മായിയായി പോയി. മിന്നുമോളെ, അത് പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. എടാ മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നു വിളിച്ചോണ്ട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. ഏതാണ് വാക്ക്? ഞാൻ എഴുതിയെടുക്കും. പോടാ കിഴങ്ങ. അമ്മ ഇത് കുഴപ്പമില്ല. എടാ മണ്ട, എന്താ അമ്മേ? നീ മിന്നുന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ല അമ്മേ. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കും അമ്മേ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇന്ന് ഡ്രൈവറാകാൻ വന്നവൻ മോണോവർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. എന്നിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടരുത് മോനെ. ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലകുളി അടിയന്തരം ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവർ ആക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛനെ വിളിച്ചു. താൻ ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി. ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങൊന്നേ, പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റിനെ ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പോരല്ല. മിന്നുന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ. മിന്നുമോളെ, ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് മോളെ. മോൾക്ക് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞ കാട്ടില്ലേടെ, ഇറങ്ങി പോടാ. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. പറഞ്ഞേ കേട്ടില്ലടാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? മാഡം, ഗിയർ മാറട്ടെ? ആന്റണി, ഇവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഞാൻ അനുവദിക്കുന്ന സമയങ്ങളിൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റൂ. ആന്റണിക്ക് ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാം. പിന്നെ
ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കാണാൻ തോന്നുവാണെങ്കിൽ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായിക്കോ. അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ വരുന്ന എനിക്ക് തോന്നണല്ലേ. അതെന്താ, നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, ഹലോ, ആന്റണിച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കടക്കാരും ആയിരിക്കുമെന്ന്. ആ ലക്ഷ്മി അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ആന്റണിച്ചൻ വിളിച്ചില്ലല്ലോ എന്ന്. ആ പിന്നെ ഇന്ന് രാവിലെ ആദിത്യം വിളിച്ചായിരുന്നു. നീ ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തേ. കൊടുക്കാം. ഹലോ ലക്ഷ്മിയെ, മോൻ വിളിച്ചിരുന്നല്ലേ? അവന് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എന്റെ കാര്യവും ശരിയായി ലക്ഷ്മി. ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഫല. ആഴ്ചയിലൊരിക്കൽ ലീവ് കിട്ടുമോ? അതിപ്പോ വലിയ വലിയ ആൾക്കാരല്ലേ, അവര് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങള്. ആദിക്ക് ലീവ് കിട്ടിയാലും അവൻ വരില്ല. കടങ്ങളെ കൊടുത്ത് വീട്ടാതെ ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ കടങ്ങളെല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതി. ലക്ഷ്മിയെ, മോൻ എവിടെ താമസിക്കണേന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ താമസിക്കണെന്ന് ചോദിക്കണം. പോയി കാണുവോ? ഞാൻ ചെന്ന് കണ്ടോളാം. പിന്നെ നീ വിഷമിക്കാതിരിക്കി, എല്ലാം ശരിയാവും. വെക്കട്ടെ. എട്ടേ പൊട്ടിയുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, 9 ചീട്ടാക്കിയാലേ 8 പൊട്ടിക്കൂ. ഭയങ്കരന്മാരാ, ഞാൻ വെറുതെ വിടില്ല. അമ്മേ, പൊട്ടി. 9 പൊട്ടി. ചിലപ്പോ ഇവരിങ്ങനെയാ. അച്ഛൻ ഇന്നും തൊഴാനിങ്ങോട്ട് കേറിയില്ല. വാശിയിലായിരിക്കൂല്ലേ? വാശിയൊന്നുമല്ല, ദൈവത്തോടുള്ള ഒരു പരിഭവം. ദൈവമായാലും മനുഷ്യരായാലും സ്നേഹത്തിന് വില കൊടുക്കണം. അന്നിക്കറിയാമോ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെറിയൊരു തലവേദന വന്നതാ എന്റെ ഭാഗ്യലക്ഷ്മിക്ക്. പിന്നെ എന്നെ 9 ദിവസം പിടിച്ചു നിർത്താൻ ഒരവസരം പോലും തരാതെ എന്റെ ഭാഗ്യലക്ഷ്മിയെ തിരികെ വിളിച്ചു. കൂടെ ജീവിച്ച ആളെ കൊണ്ടുപോകുമ്പോ എന്നെ ഒന്ന് ഓർക്കണ്ടേ? ആ ഒരു പരിഭവത്തിലാണ് ഞാനിവിടെ വന്നാൽ ഭഗവാനുള്ള വെടിവഴിപാട് നടത്തും, 9 എണ്ണം. അവള് കിടന്ന 9 ദിവസങ്ങളുടെ ഓർമ്മയ്ക്ക്. മാത്രമല്ല, ഞാനിവിടെ വന്നു എന്ന് അറിയിക്കണ്ടേടോ. അന്ന് നഷ്ടപ്പെട്ടതാണ് മിന്നുമോളുടെ കളിയും ചിരിയും. എന്റെ ഭാഗ്യലക്ഷ്മി തിരിച്ചു തരണമെന്ന് ഞാൻ പറയുന്നില്ല. മിന്നുമോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ ഇടയിലെ പരിഭവം തീർക്കാൻ ഞാൻ വെച്ചിട്ടുള്ളൊരു ഓപ്ഷനാണ്. നോക്കാം. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെ. ഏയ്, കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നി. ഞാനും കഴിച്ചിട്ടില്ല. സുമേ, ആ തോറിന്റെ പാത്രം എങ്ങനെ എടുത്തോളൂ. ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം കളിക്കുക. 9000 പോയിന്റായി, 10000 ആക്കണം. വേഗാക്ക്, എന്നിട്ടാണ് മാമുണ്ടായി. അതൊരു പാവാ. മൊബൈല് കിട്ടിയാ പിന്നെ ഭക്ഷണം കൂടി വേണ്ട. എന്റെ അനിയത്തിയാ സുമ. ഈ വെളുത്ത ചോറിന്റെ മുൻപിലിരിക്കുന്ന ചേട്ടനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. സത്യം പറയാലോ, ഈ ചുറ്റുമതിലിനുള്ളിൽ വന്നേ പിന്നെ ഇതുപോലൊരു കറുത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ പൂരത്തിന്റെ ഇടയിൽ ആനെ കാണുന്നവരുണ്ടല്ലേ ചേച്ചി. ഈ കറുപ്പ് അച്ഛന്റെയോ അതോ അമ്മയുടെയോ? അച്ഛമ്മയുടെയാ. എനിക്ക് ഈ കറുപ്പ് ഇഷ്ടം. നമ്മുടെ മോളിങ്ങനെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ എല്ലാരോടും ഇങ്ങനെ പെരുമാറുന്നത്. എല്ലാം കാണാനും കേൾക്കാനും എന്നെ തനിച്ചാക്കിയിട്ട് നീ പോയില്ലേ? ആന്റണിക്ക് ഞാൻ കൊടുത്ത വാക്കാ. സാരയില്ല. അയാളോട് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. നാളെ തന്നെ മിന്നു ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആക്കാം അയാളെ. പക്ഷെ ഒരു കാര്യം, ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച ആ നിമിഷം ഞാൻ അയാളെ പറഞ്ഞുവിടും. അന്ന് എന്റെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രോമിസ്. പോരെ? മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ടേക്ക് യുവർ സീറ്റ്. ഇപ്പൊ സന്തോഷായില്ലേ? എങ്കിൽ ചിലവ് എന്നാ ലഡൂലാവാം. എന്റെ ഒരു സന്തോഷത്തിനാ. നിങ്ങളുടെ സന്തോഷത്തിനോ?
നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ? നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണ്. നിങ്ങൾ ആ ജോലി ചെയ്താൽ മതി. ഞാനാ പറഞ്ഞ സ്റ്റാഫിന് എല്ലാവർക്കും ലഡ്ഡു കൊടുക്കാൻ. ഓ താങ്ക് യു. വേണ്ട വേണ്ട. അളിയ ഒരെണ്ണം എടുക്കളിയ. ആന്റണി ചേട്ടന് കഴിക്കേ. അളിയൻ എപ്പോഴും ചൂടായി. മോളെ ലഡു. അമ്മാവാ ലഡു എന്റെ പട്ടി തിന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവം ലഡുവിനോട് തീർക്കുന്നത്? നില്ലേ പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല, എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? ഓ എന്തോ നിക്കോ വന്നല്ലോ. അമ്മവാ എന്നെ മാനേജർ ആക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തുമായവനും അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്. എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട് അറിയാം. 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവാ എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി. എന്നെ വിജയശ്രീലാളിതനായി തിരിച്ചു വരാൻ വേണ്ടിട്ട് അമ്മാവൻ പ്രാർത്ഥിക്കണം. കാലേന്ന് വിടറാ. ഞാൻ വിടൂല. എന്നെ വിടാൻ മക്കളെ, മുതലാളിമാര് വന്നിട്ട് ഇവരെ വിട്ടാ മതി. സൂചന മാത്രം, സൂചന മാത്രം, സമരം സൂചന മാത്രം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ശാരദ, നീ ചുമ്മാ ബഹളം വെക്കാതിരിക്കേ. അവരവനെ ഒന്നും ചെയ്യില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ഏട്ടാ, ഏട്ടാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. മഞ്ജുകുമാറിന്റെ ലക്ഷറി തോൽവിയല്ലേ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ പിന്നെ ലാത്തി ചാർജായി, കേസായി. അത് പിന്നെ വലിയ വാർത്തയാവും. ഈ പ്രശ്നം രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്താ പിന്നെ പെട്ടെന്നൊരു പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നാ ആദ്യം പറയുന്നേ? സർ, ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പോ എനിക്ക് നമ്മുടെ വർക്ക് സൈറ്റുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എനിക്ക് തോന്നണത് സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ചു പറയണതാ നല്ലതെന്നാ. എന്താ? നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോ തന്നെ GM ആണ്. ഒരു GMന്റെ മുഖത്ത് നോക്കി ഒരു ഡ്രൈവർ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ മിസ്റ്റർ? ബൈ ദ വേ, സാർ അനുവദിച്ചാൽ ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. എന്താ മോളുടെ അഭിപ്രായം? നമ്മുടെ പുതിയ GM അല്ലേ, പോയിട്ട് വരട്ടെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ചേച്ചിന് കരയാണ്ടിരിക്കേ, മഞ്ജുളിനെ ഞാൻ കൊണ്ടുവരും. ഡ്രൈവർ വണ്ടി എടു. വേണ്ട, ഞാൻ വരാം. അടുത്ത പ്രാവശ്യമെങ്കിലും സമരത്തിന് വരുമ്പോ പുകയില്ലാത്ത അടുപ്പ് കൊണ്ടുവരാൻ പറയണേ. പിള്ളേരെ ഓടി കളിക്കാതെ ഇവിടെ എങ്ങനെ വന്നിരിക്കേ. പണി ഇത് വെന്തില്ല പിള്ളേരെ, ഇത് വേവുള്ള അരിയാണ്. ഒരാളുണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇങ്ങോട്ട് വാ മക്കളെ. ഇനി സ്വന്തം മക്കള് തന്നെയാണോ? മോൻ മാമനെ ഇങ്ങനെ എടാ പോടാന്ന് വിളിക്കരുത്. ചിലപ്പോ ഞാൻ മാനേജരാവും. അപ്പോഴോ അനുസരണ വേണ്ടേ? കൊച്ചുകുട്ടിയല്ലേ നീ? നീ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലടാ. പിള്ളേര് തുടങ്ങിയല്ലോ. മോനെ അനുസരണ വേണ്ടേ? വെറുതെ നിക്കണ. കഞ്ഞി റെഡി. നമ്മളാ കഞ്ഞില് പാറ്റിടണോ മാഡം? നിങ്ങൾ ആ തൊഴിലാളികളോട് സംസാരിക്കും. അത് പറഞ്ഞത് കേട്ടില്ല. കഞ്ഞി കുടിക്കാൻ മാത്രം, സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം. എന്തു പറ്റി?
ഏയ് ഒന്നുമില്ല. അതെ, ഞാൻ അവരോട് സംസാരിച്ച ശരിയാവില്ല. എങ്കിൽ കോൺട്രാക്ടറോട് സംസാരിക്കാം. വണ്ടി എടുക്ക്. അല്ല, പണി കിട്ടും. സമരക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി വിളമ്പുന്നതായിരിക്കും. അടങ്ങി നില്ല് മോനെ. ഇറങ്ങണം മാനേജർ. അതാണ് പരുക്ക് പറ്റിയ ആൾക്ക് 5 പൈസ കൊടുക്കില്ലെന്ന് പറയുന്ന കോൺട്രാക്ടർ. അതെ, ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്ത് പ്രശ്നം? സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതെ, ഞാൻ സത്യം പറയാം. പോയോ? സോറി മാഡം, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇതൊന്നും എന്നോട് പറയണ്ട. താഴെ ഞങ്ങളുടെ GM ഉണ്ട്, അയാളോട് സംസാരിച്ചോളൂ. ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും അപ്പം പറഞ്ഞത് അങ്ങനെ കേട്ടാ മതി. അതെ, ഇവ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു. അപ്പോ അന്ന് പണിയിലെ കൃത്രിമം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നതായിരുന്നു അല്ലേ സാർ? അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഒരു ജനറൽ മാനേജർ ഒരിക്കലും ഒരു സാധാ ലേബർ വേഷത്തിൽ വരുമെന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒരു കോൺട്രാക്ടറും പ്രതീക്ഷിക്കില്ല. അതാണ് ആന്റണി ആദ്യത്തെ പറഞ്ഞത്. സാർ, സിമെന്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് താൻ കുറവ് വരുത്തിയിട്ടുള്ളത്? അത് മണലിന്റെ ഡിമാൻഡ് കാരണം ചെറിയൊരളവിൽ പൊടിമണ്ണ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. സാർ, അത് മേഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യരുത്. മേഡത്തിന്റെ സ്വഭാവം സാറിന് അറിയാലോ. അതിലും മോശമാണ് എന്റെ സ്വഭാവം. സാറിന് അറിയാലോ തൊഴിലാളിക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന്. അറിയാം, എല്ലാം എനിക്കറിയാം. തന്റെ ഓരോ നീക്കങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ച് താൻ ഈ ഫ്ലാറ്റിന്റെ പണി തീർത്തേനെ. പക്ഷെ അങ്ങനെ തീർത്തിരുന്നെങ്കിൽ ഇവിടെ താമസിക്കേണ്ടിയിരുന്നവരുടെ പണിയും താൻ തീർത്തേനെ. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടി വന്നു. സാർ, ഒന്നും മിന്നുമേട് അറിയരുത്. തൊഴിലാളിക്കുള്ള നഷ്ടപരിഹാരം മുഴുവനും ഞാൻ കൊടുത്തോളാം. സമരം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെ സാർ. കൈ പിൻവലിക്കൂ. ഇത് താനെന്ന് എന്നെ തെറി വിളിച്ചതിനും പിടിച്ച് തല്ലിയതിനും, ഇത് സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ചതിന്. ഇതെന്തിനാണ് സാർ? ഇത് താൻ ഇനി കൃത്രിമം കാണിക്കാതെ ഉണ്ടോ സാർ? തൽക്കാലത്തേക്കില്ല. ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് 5ന്റെ ചില്ലിക്കാശ് തനിക്ക് കിട്ടില്ല. മനസ്സിലായോ? വേണ്ട സാർ, എല്ലാം ഞാൻ ഏറ്റു. സാർ വണ്ടിയിലേക്ക് കയറിയാട്ടെ. ഓക്കെ, മാഡത്തിന് ഡോർ തുറന്നു കൊടുക്കൂ. സാർ, കണ്ണട. സോറി, കയറിക്കോളൂ മാഡം. ഉപ്പ് എല്ലാവരും ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ഉപ്പെടുത്തിടണേ. അയ്യോ, ഇത് നമ്മുടെ വീട്ടിലെ വണ്ടിയാണല്ലോ. ഡ്രൈവർ, വണ്ടി എടുത്തു. ഒരു കാര്യം പറഞ്ഞോണ്ട് ഞാനിവിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിർത്താൻ. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്ക്. അവനെന്തുവാ പറഞ്ഞേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യം ഫോൺ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ. ഇപ്പോ സംസാരിക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല. സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാ ഞങ്ങൾ കണ്ടത്. എന്തായാലും ഒരാൾ വെറുതെ വന്ന് സ്കാൻ ചെയ്യില്ല. അന്വേഷിച്ചപ്പോ ഓൾ ബോഡി സ്കാനിങ്ങാ. അയ്യോ, ലക്ഷ്മിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണം. നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, മിന്നു ഗ്രൂപ്പ് നോക്കിയെടുത്താലുള്ള കാര്യശേഷി ഈ മുഖത്തെഴുതി വെച്ചിട്ടുള്ളത്. ആന്റണി ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതിലപ്പുറം പ്രതീക്ഷിച്ചതാ. ആദിസാറിന്റെ കാര്യം പോട്ടെ, ആദിസാറിന്റെ അച്ഛൻ പുലിയല്ലേ, പുലി. മര്യാദക്കേട് കണ്ട അപ്പ തല്ലും. ആര് എടുപ്പും നിപ്പും കണ്ട സത്യം പറയാലോ ആരായാലും പേടിച്ചു. ആദിസാറ് പോലും അച്ഛന്റെ മുമ്പിൽ മൂത്രം ഒഴിച്ചു പോവും. എന്താ കളറ്? എന്തിന്? അച്ഛനെ